അഗെയിൻ അല്ലേ ജെനി ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്കും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം എല്ലാത്തിലേക്കും സ്വാഗതം. ഞാൻ പറഞ്ഞില്ലേ, ഈ വീട് ഒരു റിസോർട്ട് മോഡലാണ്. ഏകദേശം 80-90 പഴക്കം ഉള്ള സ്ഥലമാണിത്. ഈ പുഴയുടെ കരയ്ക്ക് എൻ്റെ ചൈൽഡ്ഹുഡ്, എൻ്റെ ചെറുപ്പകാലം ഇവിടെ സ്പെൻഡ് ചെയ്ത സ്ഥലമാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ പുഴയുടെ തീരത്തായിക്കോട്ടെ എന്ന്. അപ്പം എന്നെ കാണാനായിട്ട് എൻ്റെ ഫ്രണ്ട് അഫ്സലും ഉണ്ട്. ഒന്നുമില്ല അഫ്സല, ഇതെന്തോന്നൊരു നീലശ്ശേരിക്കാരുടെ ഇതെന്തോ ഇത് ദോശ അല്ല, ഇത് നീർദോശ എന്നല്ലേ ഇതിനെ പറയണത്? നീർദോശ. ഇത് പടന്ന അല്ലേ നീലേശ്വരംകാരുടെ സ്പെഷ്യൽ. ഞങ്ങളുടെ നീലേശ്വരം നാട്ടിലെ സ്പെഷ്യലാണ് നീർദോശ. എനിക്കൊന്നും തെക്കോട്ടൊന്നും ഇത് കിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇതും ചമ്മന്തിയും ചായയും മാത്രമാണ്, കോഫി. ഓക്കെ, ഇത് മാത്രമാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലാണ്ട് കുറേ തരം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അഫ്സൽ ഇതൊന്നും കൂടെ പറയാം. ഞങ്ങളുടെ നാട്ടിലെ നീർദോശയാണ്. കാരണം എന്ത് സോഫ്റ്റാന്ന് നോക്കിക്കേ. ഇതുണ്ടാക്കുന്ന രീതി എന്ന് വെച്ചാൽ നമ്മൾ തലേദിവസം ദോശയ്ക്ക് മാവ് അരച്ച് വെക്കില്ല. രാവിലെ തലേദിവസം വെള്ളത്തിലിട്ട് രാവിലെ അരച്ച് തേങ്ങയും ചേർത്ത് സോഫ്റ്റായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു 10-12 എണ്ണം തിന്നാം അല്ലേ അഫ്സലെ ഒരു സമയത്ത് അല്ലേ? ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു പുഴയുടെ തീരത്ത് കഴിക്കാനായിട്ട് സോ ബ്യൂട്ടിഫുൾ, സോ നൈസ് അല്ലേ? നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇത് വിശപ്പൊന്നും അടങ്ങണമെങ്കിൽ ഒരു 10-12 എണ്ണം വേണം. പക്ഷേ നമ്മുടെ ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഈ എണ്ണയും ഇതൊന്നും അധികം ഇല്ലാതെ അധികം നമ്മളെ പ്രകൃതിയോട് അനുബന്ധിച്ചിട്ട് തിന്നാൻ പറ്റിയൊരു പലഹാരമാണ് ഈ നീർദോശ എന്ന് പറയുന്നത്. നീലേശ്വരംകാരുടെ ഒരു സ്പെഷ്യലായിട്ടെന്ന് പറയാം അല്ലേ? അത് നീലേശ്വരത്തെ കിട്ടാനുള്ളൂ. അതോ അവസ്ഥയിലും ഞാനും അറിഞ്ഞിട്ട് കുറേ നാളായി. ചിലപ്പോൾ ഒരു പ്രാന്തനായിരിക്കും, ചിലപ്പോൾ ഒരു നിരാശ കാമുകനായിരിക്കും, ചിലപ്പം ഹറിബറി ആയിരിക്കും. ഇങ്ങനെ ഒരാളാണ് ഇവിടെ. ചിലപ്പോൾ ഞങ്ങൾക്ക് മീൻ കൊണ്ടുവരും. ഞങ്ങളിങ്ങനെ ശരിക്കും ഈ ഒരു ആംബിയർ എൻജോയ് ചെയ്യാൻ പറ്റിയ ഫ്രണ്ട്സുകളാണ് എൻ്റെ കുറേ പേരുള്ളത്. ചിലപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് വലിയ ഡ്രിങ്ക്സും ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നേരം വെളുക്കുന്നവരിയ്ക്കാം. അങ്ങനത്തെ ഒരു ആംബിയറാണിത്. എപ്പോഴെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. സോ അടുത്ത എപ്പിസോഡ് വരെ ബായ്. മറക്കരുത് ജെനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ ആൻഡ് ജെനി ജോസഫ് ഇൻസ്റ്റഗ്രാം. ഓക്കെ, താങ്ക് യു.